കഴിഞ്ഞ 10 വർഷം LDF സർക്കാരിൻ്റെ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ UDF ഒരുപാട് ആരോപണങ്ങൾ പൊക്കിക്കൊണ്ട് വന്നിട്ടുണ്ട്. അതായത് സ്ത്രീ പ്രവേശന വിഷയമുണ്ട്, CMRL അഴിമതിയുണ്ട്, പിന്നെ K-ഫോൺ അഴിമതി എന്നൊക്കെ പറഞ്ഞു, പിന്നെ ഏറ്റവും ഒടുവിൽ സ്വർണ്ണക്കൊള്ള. ഇങ്ങനെ പല പല ആരോപണങ്ങൾ UDF ഉയർത്തിക്കൊണ്ട് വന്നിട്ടുണ്ട്. അത് ഈ ഉയർത്തിക്കൊണ്ട് വന്ന ആരോപണങ്ങളുടെയൊക്കെ അവസാനം എന്തായിരുന്നു എന്നുള്ള കാര്യങ്ങളും എല്ലാവർക്കും അറിയാം. എങ്കിലും ഇത്തരം ആരോപണങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് ഒരുപാട്. ഈ ആരോപണങ്ങൾ ഈ കഴിഞ്ഞ ദിവസം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടിംഗ് ശതമാനത്തിൽ കുറച്ച് ഉയർച്ചയൊക്കെ ഉണ്ടായി. ആ സമയം പൊതുവെ ഉയർന്നു വന്ന ഒരു ചർച്ചയുണ്ട്. അതായത് ഭരണവിരുദ്ധ വികാരമാണ് കണ്ടത് എന്ന് പൊതുവെ ചർച്ച ചെയ്യപ്പെടുന്നു. അപ്പം ഈ UDF ഉയർത്തിക്കൊണ്ട് വന്ന ഈ ആരോപണങ്ങൾ വെച്ചിട്ട് അങ്ങനെ ഒരു ഭരണവിരുദ്ധ വികാരം ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുണ്ടോ? പൂർണ്ണമായ അർത്ഥത്തിൽ നമുക്കങ്ങനെ പറയാൻ പറ്റില്ല. കാരണം ഒന്നാമത്തെ കാര്യം, പോളിംഗ് ശതമാനം അത്ര വലിയ കൂടുതൽ എന്നും പറയാം. കൂടി 2% അതിൽ കൂടുതൽ ഒന്നും വരാൻ സാധ്യതയില്ല. 1% വരുന്ന ഒരു 1.10% വരുന്ന വോട്ടുകളുടെ എണ്ണത്തിൽ കുറവ് വന്നിട്ടുണ്ട്. അതായത് 1% വോട്ടുകൾ കുറഞ്ഞിട്ടുണ്ട്. അപ്പം ആ കുറവ് ഇവിടെ പ്രതിഫലിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം മൊത്തത്തിലുള്ള ഒരു ശരാശരിയാണല്ലോ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. 2.74 സാധാരണ വരേണ്ടതാണെന്നുണ്ടെങ്കിൽ ഇത്തവണ 2.71 കോടി, അതായത് 2.71 കോടി മാത്രമാണ് ഇത്തവണ പോളിംഗ് ബൂത്തിലേക്ക് എത്തിയത്. അതിൽ തന്നെ ഏകദേശം 3 ലക്ഷത്തിലധികം ആൾക്കാരുടെ കുറവുണ്ട്. കാര്യം SIR ഒക്കെ വന്ന സാഹചര്യത്തിൽ. അപ്പോൾ അതുകൊണ്ട് അത്ര ഉയർന്ന ഒരു പോളിംഗ് നിരക്ക് എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റില്ല എന്നുള്ളതാണ് അതിനകത്തിൽ അടിസ്ഥാനപരമായ ഒരു കാരണം. പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ SIRന്റെ കാര്യത്തോട് അനുബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം സാധാരണഗതിയിൽ വോട്ടിന് കൂടുകയാണ് ചെയ്യുന്നത്. 2016 പിന്നെ ഏകദേശം ഈ പറയുന്ന പോലെ 61 ഒക്കെ ഉണ്ടായ ഒരു കാലഘട്ടമാണ്. 2.61 കോടി വന്ന സാഹചര്യത്തിൽ പിന്നീട് 71 എത്തുന്നത്. അപ്പം അതിനുശേഷം 74 എത്തേണ്ടതായിരുന്നു. അപ്പം ആ രീതിയിൽ എല്ലാ വർഷവും ഓരോ 5 വർഷം കൂടുമ്പോഴും ഈ 13 വയസ്സുള്ളവരൊക്കെ 18 വയസ്സാകുന്ന സാഹചര്യമൊക്കെ ഉണ്ട്. ചിലർ മരണപ്പെടുകയും ചെയ്യും. അപ്പോൾ ഈ ഇരട്ട വോട്ടും മരണപ്പെട്ടവരെ 6 ലക്ഷത്തിലധികം മരണപ്പെട്ടവരങ്ങനെ ഉണ്ടായിരുന്നു. അവരെയൊക്കെ ഒഴിവാക്കി ഒരു പിന്നെ ഈ പറയുന്ന SIR പരിഷ്കരിച്ച സമയത്തുണ്ടായ ഒരു മാറ്റമാണ്. അതിലിപ്പോൾ അതുകൊണ്ട് വലിയ ഒരു വോട്ടിൻ്റെ മാറ്റം എന്ന് പറയാൻ പറ്റില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം, ഭരണവിരുദ്ധ വികാരം ഉണ്ടോ എന്നുള്ള കാര്യത്തിലാണ് നമ്മൾ ഇപ്പോഴും സംശയത്തോടു കൂടിയാണ്. ഇപ്പോഴും UDFനെ സംബന്ധിച്ചിടത്തോളവും അത് ഉറപ്പിച്ച് പറയാൻ പറ്റാത്ത സാഹചര്യം UDFനുണ്ടെന്നേ. എവിടെയാണ്, ഏത് മേഖലയിലാണ് ഭരണവിരുദ്ധ വികാരം? ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വിദ്യേനെ കുറേ പരാമർശിച്ച കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. CMRL അഴിമതി കേസ്, അതോടൊപ്പം തന്നെ സ്വർണ്ണക്കൊള്ള, പിന്നെ മറ്റു ചില കാര്യങ്ങൾ, അതായത് പിന്നെ എന്താ പറയുക, സ്ത്രീ പ്രവേശന വിഷയത്തിന്റെ ഒരു യഥാർത്ഥമായ കാര്യങ്ങൾ ഇപ്പോൾ കോടതിയിൽ അതിന്റെ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. സുപ്രീം കോടതി ആ കേസ് വാദം കേട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യം കൂടിയാണ്. അപ്പം ഇങ്ങനെയൊക്കെ ഉള്ള പ്രതിസന്ധികളിൽ ഇവിടെ സർക്കാർ എടുത്ത നിലപാട് എന്തായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ സ്ത്രീ പ്രവേശനത്തിൽ സുപ്രീം കോടതി ഒരു സുപ്രധാന ഉത്തരവ് പുറപ്പെടുവിക്കുമ്പോൾ അത് നടപ്പിലാക്കേണ്ടത് ഒരു ഫെഡറൽ സംവിധാനത്തിന്റെ ഭാഗമായി നിൽക്കുന്ന ഒരു സർക്കാരാണ് അത് നടപ്പിലാക്കേണ്ടത്. അപ്പോൾ ആ സമയത്ത് അവിടെ ചെന്നുകൊണ്ട് ഞങ്ങൾ നടപ്പിലാക്കില്ല എന്ന് പറയാൻ പറ്റില്ല. ഇപ്പം അങ്ങനെ ഇപ്പോൾ നമ്മുടെ മേലുദ്യോഗസ്ഥൻ നമ്മളോടൊരു കാര്യം ചെയ്യണമെന്ന് പറഞ്ഞാൽ എന്നെ കൊണ്ട് ഓരില്ല എന്ന് പറയുമ്പോൾ നമ്മൾ പിന്നീട് അവിടെ നമ്മുടെ പൊസിഷൻ എന്താണെന്ന് പിന്നെ ആലോചിച്ച് നോക്കണം എന്ന് പറയുന്നവരാണ്. സുപ്രീം കോടതി പരമോന്നത നീതിപീഠം സർക്കാരിനോട് പറയുകയാണ് അത് ചെയ്ത് നടപ്പിലാക്കണം എന്ന് പറയുമ്പോൾ സർക്കാരിന് അതിനകത്ത് എനിക്ക് എന്നെ കൊണ്ട് സൗകര്യമില്ല എന്ന് പറഞ്ഞാൽ കോടതി അലക്ഷ്യമായി കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് എന്ന് പറയുന്ന ഒരു കേസിലേക്ക് അത് പോകും. അപ്പോൾ അങ്ങനത്തെ ഒരു പ്രതിസന്ധി ഇവിടെ ഉണ്ടായി. അതിനെ പക്ഷേ തുടക്കത്തിൽ എല്ലാവരും അതിനെ അനുകൂലിച്ചിരുന്നു. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമുക്കറിയാവുന്ന പോലെ UDF ആണെങ്കിലും BJP ആണെങ്കിലും തുടക്കത്തിൽ അതിനൊരു വളരെ പോസിറ്റീവായിട്ട് ഒരു പുരോഗമനപരമായ ചിന്താഗതിയായിട്ട് തന്നെയാണ് എല്ലാവരും കണ്ടത്. എന്നാൽ പിന്നീട് ഒരു പരസ്യമായ ഒരു എതിർപ്പിലേക്ക് ചില സാമുദായിക സംഘടനകൾ, NSS പോലെയുള്ള സംഘടനകൾ പരസ്യ പ്രതികരണത്തിലേക്ക് ഇറങ്ങിയപ്പോഴാണ് പലപ്പോഴും UDFന് മനസ്സിലായത്, BJPക്ക് മനസ്സിലായത് ഇതൊരു ചാൻസ് ആണ്, നമുക്ക് ഈ പറയുന്ന സർക്കാരിനെതിരായിട്ട് 18 കിട്ടുന്ന ഒരു സാധ്യതയാണ്. അപ്പം കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ 3 വർഷം കൂടെ കഴിഞ്ഞാൽ തെരഞ്ഞെടുപ്പ് വരും. ഈ 3 വർഷം വരെ ഇത് നീക്കിക്കൊണ്ട് പോകാൻ പറ്റുന്ന ഒരു വിഷയമാക്കി ഉയർത്തിക്കൊണ്ടുവരികയാണ് ചെയ്തത്. അവരുടെ ദൗർഭാഗ്യവശാൽ പിന്നീട് അങ്ങോട്ട് കോവിഡ് വരികയും അതിനെ തുടർന്ന് വലിയ പ്രതിസന്ധിയിലേക്ക് പോവുകയും പിന്നീട് അവിടെ പിന്നെ മുഖ്യമന്ത്രി സ്കോർ ചെയ്യുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായി. അപ്പം ഇവിടെയാണ് നമ്മൾ ഭരണവിരുദ്ധ വികാരം ഇല്ല എന്ന് നമ്മൾ പറയുന്നത്. പിന്നെ അവർ ഉയർത്തിക്കൊണ്ടുവന്ന വിവാദങ്ങളുടെയൊക്കെ അവസ്ഥ എന്താണെന്ന് നമുക്കറിയാം. ഈ പറയുന്ന UDFന്റെ പ്രധാനമായിട്ടും ഉയർത്തിക്കൊണ്ടുവന്ന വിവാദങ്ങളിലൊന്നായിരുന്നു K-ഫോൺ അഴിമതിയും അതോടൊപ്പം തന്നെ നമ്മുടെ ഈ AI ക്യാമറ അഴിമതി. ഈ 2 അഴിമതിയുടെയൊക്കെ അവസ്ഥ എന്താണെന്ന് നമ്മൾ ആർക്കും അറിയാം. അതൊന്നും വേണ്ടത്ര ശ്രദ്ധിക്കപ്പെടാതെ പോയി.
പിന്നെ അതുപോലെ ഈ ലോക്ക്ഡൌൺ കാലത്തുണ്ടായ സ്വപ്ന സുരേഷിന്റെ കേസ്, ആ സ്വപ്ന സുരേഷിന്റെ കേസിൽ ED അന്വേഷണം ഇവിടെ വന്നിരുന്നല്ലോ. എത്ര കാലമാണ് ED എന്ന് പറഞ്ഞിട്ട് നമ്മൾ കാണുന്നത്? ഇവിടെ മാധ്യമപ്രവർത്തകർ തമ്പടിച്ചിട്ട് റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. എന്നിട്ട് എന്ത് സംഭവിച്ചു? കേരളത്തില് മുഖ്യമന്ത്രിയെ തൊടാൻ കഴിഞ്ഞു, മുഖ്യമന്ത്രിക്കെതിരായ ഒരു കേസ് എടുക്കാൻ കഴിഞ്ഞു, മുഖ്യമന്ത്രിക്ക് സ്വർണ്ണക്കള്ളക്കടത്ത് ഉണ്ടെന്ന് വിചാരിച്ചു. ഈ സ്വപ്ന സുരേഷൻ എന്തൊക്കെ പറഞ്ഞു? KT ജലീലിന് എന്തെങ്കിലും ചെയ്യാൻ കഴിഞ്ഞു? KT ജലീൽ ഈന്തപ്പഴത്തിനകത്ത് കുരുവിന് പകരം സ്വർണ്ണം വെച്ചിട്ടുണ്ടോന്ന് വരെ പറഞ്ഞ, ഖുറാനകത്ത് സ്വർണ്ണം കടത്തി എന്ന് പറയുന്നു. ഇതൊക്കെ ഇത് നമ്മൾ ഖുറാനകത്ത് സ്വർണ്ണം കടത്തുക എന്ന് പറയുന്നത് ആലോചിച്ച് നോക്കൂ, എത്ര പൈശാചികമായ ഒരു ആരോപണമാണെന്ന് ആലോചിച്ച് നോക്കൂ. ഖുറാൻ എന്ന് പറഞ്ഞാൽ ഒരു പിന്നെ മുസ്ലിങ്ങളുടെ മതഗ്രന്ഥമാണ്. ആ മതഗ്രന്ഥത്തെ കള്ളക്കടത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു എന്ന് പറയുന്ന ഒരു വൃത്തികെട്ട ഒരു വർഗീയ പരാമർശം അതിനകത്ത് ഉൾച്ചേർന്നിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ ഇങ്ങനെ തുടങ്ങി നിരവധി കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞ് ഇവിടെ പരത്തിയെങ്കിൽ തന്നെയും പിന്നീട് 2021 വീണ്ടും സർക്കാർ അധികാരത്തിലേറുകയാണ് ചെയ്തത്. അതോടുകൂടി ആ വാദഗതികളെല്ലാം തന്നെ തെറ്റായി പോയി എന്നുള്ള കാര്യം മനസ്സിലായി. സ്വർണ്ണക്കടത്ത് പിന്നീടാണ് ക്യാമറയൊക്കെ രണ്ടാം ഇടതുപക്ഷ സർക്കാരിന്റെ കാലഘട്ടത്തിലാണ് ഉണ്ടാകുന്നത്. എന്നിട്ടും അവിടെയും കോടതിയിലേക്ക് പോയ സമയത്ത് അവിടെയും പണി കിട്ടി വന്നു. പിന്നെയാണ് പിണറായി വിജയന്റെ മകൾക്കെതിരായിട്ട് വീണ തൈക്കണ്ടിയിൽ അവർക്കെതിരായിട്ട് കേസ് വരുന്നത്. അവർക്കെതിരായ കേസ് പിന്നെ CMRL എന്ന് പറയുന്ന ഒരു അഴിമതി കേസ്. ഇപ്പൊ കഴിഞ്ഞ ദിവസം കൂടി അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസാരിച്ച ഒരാളാണ് മാത്യു കുഴൽനാടൻ. ഈ മാത്യു കുഴൽനാടൻ തന്നെ സുപ്രീം കോടതി പോയതല്ലേ. അപ്പൊ സുപ്രീം കോടതി പോയിട്ട് എന്തായി മാറി? അതിൽ പ്രയോജനം കിട്ടാത്തൊരവസ്ഥയായി മാറി. അപ്പം ഭരണവിരുദ്ധ വികാരം എന്ന് പറയുന്ന ഒരു സാധനത്തെ നമുക്ക് കൊണ്ടുവന്ന് കെട്ടാൻ പറ്റത്തില്ല. ആ ഒരു സാഹചര്യം നിലവിലില്ല. പലയിടങ്ങളിലും ചെറിയ മാറ്റങ്ങൾ സംഭവിക്കും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥി നിർണയത്തിന്റെ കാര്യത്തിൽ ഉണ്ടായിട്ടുള്ള ചില പാകപ്പിഴകൾ, അല്ലെങ്കിൽ സ്ഥാനാർത്ഥി നിർണയം കുറച്ചുകൂടെ മെച്ചപ്പെട്ടതായതുകൊണ്ട് ഒരു പക്ഷേ അവിടെ ചില മാറ്റങ്ങൾ സംഭവിക്കാനുള്ള സാധ്യത. ഇപ്പൊ നമ്മൾ തിരുവനന്തപുരം ജില്ല എടുത്തു കഴിഞ്ഞാൽ തിരുവനന്തപുരം ജില്ലയിൽ 2 or 3 കൂടി അധികമായി, ഇപ്പൊ കോവളം വിൻസെന്റ് നിൽക്കുന്നുണ്ടെങ്കിൽ കോവളത്ത് മാത്രമല്ല 2 or 3 സീറ്റ് കൂടി അധികം UDF കിട്ടും എന്നതിനപ്പുറത്തേക്ക് വലിയ പ്രാധാന്യത്തോടു കൂടി UDF എന്തോ ഒരു വലിയ ബൗൺസ് ബാക്ക് ആണ് UDF ഉണ്ടായത് എന്ന് നമ്മൾ കരുതുന്നത് തെറ്റാ. അങ്ങനെ ഒരു വലിയ മാറ്റമൊന്നും കേരളത്തിൽ സംഭവിക്കാൻ പോകുന്നില്ല. അത്ര വലിയ ഒരു ഇതൊന്നും ഉണ്ടാകാൻ പോകില്ല. പിന്നെ എന്തുകൊണ്ട് വോട്ടിംഗ് പെർസെന്റേജ് കൂടി എന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞില്ലേ വലിയ കൂടുതലില്ലെങ്കിൽ പോലും എന്തുകൊണ്ട് കൂടി എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇവിടെ SIR എന്ന് പറയുന്ന ഒരു സാധനം ഇവിടെ കൊണ്ടുവന്നപ്പോൾ അത് ജനങ്ങൾ ഇപ്പോഴും ഭീതിയോടുകൂടി കാണുന്ന ഒരു സാധനമാണ്. ഇത്തവണ ഞാൻ വോട്ട് ചെയ്തില്ലെങ്കിൽ എന്റെ വോട്ട് ചെയ്യാനുള്ള എന്റെ അവകാശം നഷ്ടപ്പെടും എന്ന് പറയുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടല്ലോ. അപ്പൊ അങ്ങനെ ഒരു ചിന്ത കോമൺ മാനെ ഗ്രസിച്ചു കഴിഞ്ഞു, സാധാരണക്കാരുടെ ഇടയിലേക്ക് എത്തി. കാര്യം ഞാൻ ഇത്തവണ വോട്ട് ചെയ്തില്ലെങ്കിൽ എനിക്കിനി അടുത്ത തവണ വോട്ട് ചെയ്യാൻ പറ്റില്ല. അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിന് വലിയ കാലമൊന്നുമില്ലല്ലോ. 29 ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കണം. അപ്പൊ അതിലെനിക്ക് വോട്ട് ചെയ്യാൻ കഴിയില്ല എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് പോകും. അത് പറ്റില്ല. അപ്പൊ അതിനു വേണ്ടി ചെയ്തു. പിന്നെ ചിലര് ഈ പറയുന്ന മുന്നണികൾ എല്ലാവരും തന്നെ എടുത്ത ഒരു വലിയൊരു സ്റ്റാൻഡ് ഉണ്ടായിരുന്നു. കാര്യം മുസ്ലിം സമുദായത്തിനിടയിൽ കൊടുത്ത ഒരു ഭീതി ഉണ്ടായിരുന്നു. പൗരത്വ രജിസ്റ്റർ നിങ്ങൾ അപ്രസക്തരാകും വോട്ട് ചെയ്തില്ലെങ്കിൽ എന്ന് പറയുന്ന ഒരു പ്രചരണം കൂടി ഇവർക്കിടയിൽ ഉണ്ടായി. അപ്പൊ ഈ തരത്തിലുള്ള പ്രചരണങ്ങൾ ഇതിന്റെ ഇടയിലൂടെ വന്നതുകൊണ്ടാണ് ആൾക്കാർ കൂടുതലായി വോട്ട് ചെയ്യാൻ പോയത്. ഈ വോട്ടുകൾ എങ്ങോട്ട് കൺസോളിഡേറ്റ് ചെയ്തു എന്നുള്ളത് മാത്രമാണ് പിന്നീട് നമ്മുടെ സംശയം. പക്ഷേ ഇങ്ങനെ UDF ഇത്രയും ഒരു 100 സീറ്റ് എന്നൊക്കെ പറയുന്ന, അല്ലെ 110 സീറ്റ് എന്നൊക്കെ പറയുന്ന ഒരു അമിതാത്മവിശ്വാസം ഭയങ്കര കൂടുതലാണെന്ന്. പോളിംഗ് നടക്കുന്ന സമയത്തും അവർ അതേ അവകാശവാദം ഉന്നയിച്ച് തന്നെയാണ് നിന്നോണ്ടിരുന്നത്. അത് വേറൊരു പ്രശ്നമുണ്ടെന്ന് ഇവിടെ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ CPM സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഉറച്ച സീറ്റ് എന്ന് പറയുന്ന 60ഓളം സീറ്റുകളുണ്ട്. 60 സീറ്റിന് മുകളിലുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. പിന്നെ ഈ പറയുന്ന പാർട്ടി അല്ലെങ്കിൽ LDF എന്ന് പറയുന്ന ഒരു സംവിധാനത്തിനകത്ത് CPIക്ക് CPM എല്ലാത്തിനും കൂടി ഈ സീറ്റിന് അപ്പുറത്തേക്കുള്ള സീറ്റ് പിടുത്തം മാത്രമാണ് നടക്കുന്നത്. നമ്മൾ പല മണ്ഡലങ്ങളും പല ഏരിയ എടുത്ത് പരിശോധിച്ച് കഴിയുമ്പോൾ CPM അടി ഉറച്ചു. ഇപ്പൊ കണ്ണൂർ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ മലപ്പുറത്തിന്റെ കേസ് പറയുന്ന പോലെയാണ്. മലപ്പുറത്ത് ഇപ്പോ ഇവിടെ പിന്നെ നമ്മുടെ മുസ്ലിം ലീഗിന് വലിയ പ്രാധാന്യമുള്ളതാണ്. അവിടെ ആ പടം AP അനിൽകുമാർ മാത്രമാണ്, വണ്ടൂരിലാണെന്ന് തോന്നുന്നു AP അനിൽകുമാർ, പുള്ളിക്ക് മാത്രമാണ് കോൺഗ്രസിന്റെ എന്ന് പറയാൻ വേണ്ടിയുള്ളത്. പിന്നെ തവനൂർ LDF കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്ന പോലെ ഇദ്ദേഹം മത്സരിക്കുന്നത് KT ജലീൽ. അപ്പൊ ഇതല്ലാതെ ഇതിനപ്പുറത്തേക്ക് മുസ്ലിം ലീഗിന്റെ സർവാധിപത്യമുള്ള ഒരു ജില്ലയാണ് മലപ്പുറം. അവിടെ LDF ഏതെങ്കിലും തരത്തിൽ ഒരു 1-2 സീറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഭാഗ്യം എന്ന് മാത്രമേ ഉള്ളൂ. അവിടെയാണ് സ്വൈപ്പ് ചെയ്യുന്നുണ്ട് പോകുന്ന പറഞ്ഞ് VD സതീശൻ പറഞ്ഞു, ഞങ്ങൾ തൂത്തുവാരിക്കൊണ്ട് പോകുന്നു. മലപ്പുറം തൂത്തുവാരിക്കോളൂ. ഇപ്പൊ കാരായി രാജൻ എന്ന് പറയുന്ന ഒരാൾ തലശ്ശേരി മത്സരിക്കുന്നുണ്ട്. എല്ലാം ഭയങ്കര പ്രശ്നം ഉണ്ടായിക്കൊണ്ട് അത് കിട്ടാൻ പോകുന്ന സീറ്റൊന്നും അല്ലാന്ന്. പക്ഷെ കിട്ടുമെന്നേ. അവിടെ ഈ പറയുന്ന അരിവാൾ ചുറ്റികയിൽ ആര് നിന്നാലും അവിടെ ജയിക്കും. അതാണ് അവിടുത്തെ തലശ്ശേരിയുടെ ഒരു പ്രത്യേകത. അരിവാൾ ചുറ്റിക എന്ന് പറയുന്ന ആ ചിഹ്നത്തില് ആര് നിന്നാലും അവിടെ നിന്നാ ജയിക്കും. ഇപ്പൊ കാരായി രാജൻ വെറും ആളൊന്നും അല്ല.
പുള്ളിയെ സംബന്ധിച്ചിടത്തോളം പാർട്ടി കോട്ടയാണത്. അപ്പൊ അവിടെ നിന്ന് കഴിഞ്ഞാൽ ജയിക്കും. ഇപ്പൊ പറയുന്നത് പയ്യന്നൂര് ഈ പറയുന്ന പോലെ നമ്മൾ നോക്കിയ ടി.എ. പിന്നെ എന്താ പറയാ മസൂദൻ, പുള്ളിക്ക് ജയിക്കാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. ഈ പറയുന്ന ടി.കെ. ഗോവിന്ദ മാസ്റ്റർ അവിടെ നിന്നാൽ ശ്യാമള ടീച്ചറിന് കിട്ടേണ്ട വോട്ട് അവിടെ ശ്യാമള ടീച്ചറിന് കിട്ടുമെന്നേ. അവിടെ കണ്ണൂരെ സംബന്ധിച്ചിടത്തോളം, തളിപ്പറമ്പിനെ അല്ലെങ്കിൽ തലശ്ശേരിയെ ഒക്കെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പരിശോധിക്കുമ്പോൾ ഇവിടെയൊക്കെ അടിസ്ഥാന വോട്ടുകളുണ്ട്. CPM-നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ബലമുള്ള വോട്ടുകളാണ്. അതൊരിക്കലും പറിച്ചെടുത്തുകൊണ്ട് പോകാൻ പറ്റത്തില്ല. ഒരുപക്ഷെ ഓപ്പോസിറ്റ് ഇപ്പൊ ഈ പറയുന്നതിന്റെ സഖാവ് കുഞ്ഞികൃഷ്ണൻ നിൽക്കുന്നു. കുഞ്ഞികൃഷ്ണൻ നിൽക്കുന്ന സമയത്ത് കുഞ്ഞികൃഷ്ണന് ചിലപ്പോൾ അവിടെ അനുകൂലികൾ ഉണ്ടാവും. കുഞ്ഞികൃഷ്ണനെ അതുവരെ സഖാവെ എന്ന് വിളിച്ചുകൊണ്ട്, കുഞ്ഞികൃഷ്ണേട്ടാന്ന് വിളിച്ചുകൊണ്ട് പിന്നാലെ നടന്നിട്ടുള്ള നിരവധി സഹാക്കന്മാരുണ്ടാവും. പക്ഷേ തെരഞ്ഞെടുപ്പിൽ ഇദ്ദേഹം പാർട്ടിക്കെതിരെ സംസാരിച്ചു എന്ന് അവിടുത്തെ അണികൾക്കോ എന്തിനേറെ ഒരു പാർട്ടി അനുഭാവിക്കോ എങ്കിലും തോന്നിയാൽ അവിടെ ഫലം മറിച്ചാവും. കുഞ്ഞികൃഷ്ണൻ അതുവരെ സഖാവെന്ന് വിളിച്ച നാവ് കൊണ്ട് പിന്നെ വിളിക്കില്ല, സഖാവെന്ന് പിന്നെ വിളിക്കില്ല അവിടുത്തെ ആൾക്കാർ. അത് കണ്ണൂരിന്റെ ഒരു പ്രത്യേകതയാണ്. അതുപോലെ അന്ന് മുസ്ലിം ലീഗിന് ഉറച്ചു കിടക്കുന്നതാണ് മലപ്പുറം ജില്ല. ഇങ്ങോട്ട് അതുകൊണ്ട് കണ്ണൂർ വിട്ടിട്ട് പിന്നെ കണ്ണൂർ ശക്തമായ സാന്നിധ്യമായിട്ട് തന്നെ എപ്പോഴും അത് പിടിച്ചെടുക്കുക. ഇപ്പൊ പേരാവൂര് ശൈല ടീച്ചർ ഇത്തവണ ജയിക്കാനാണ് സാധ്യത. ഒരു 90% സാധ്യതയും ശൈല ടീച്ചർ ജയിക്കാനാണ്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അവിടുത്തെ പാർട്ടി സംവിധാനം, കോൺഗ്രസിന്റെ സംവിധാനം പരാജയമാണ്. പരാജയം എന്നുള്ളതിനപ്പുറത്തേക്ക് അവിടെ സണ്ണി ജോസഫ് എന്ന് പറയുന്ന ഒരാളെ രക്ഷിക്കാൻ പാടില്ല എന്നൊരു ചിന്ത അവിടുത്തെ കോൺഗ്രസ്സുകാർക്കിടയിൽ ഉണ്ടെന്നേ. അപ്പൊ ആ ചിന്ത കിടക്കുന്നത് കൊണ്ട് തന്നെ ഒരു കാരണവശാലും ഈ പറയുന്ന ശൈല ടീച്ചറിന് അല്ലെങ്കിൽ ഈ പിന്നെ സണ്ണി ജോസഫിനെ വിജയിപ്പിക്കില്ല കണ്ണൂരിലെ കോൺഗ്രസ്സുകാരുടെ പൊതുവികാരം കെ സുധാകരനാണ്. കെ സുധാകരൻ പല്ല് കൊഴിഞ്ഞ സിംഹം ഒക്കെ ശരി തന്നെയാണ്. പക്ഷേ അവരുടെ ഒരു പൊതുവികാരം എപ്പോഴും ഈ പറയുന്ന കെ സുധാകരൻ തന്നെയാണ്. അപ്പൊ കെ സുധാകരനെതിരായി അവിടെ ഒരാൾ പ്രവർത്തിച്ചു എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും സണ്ണി ജോസഫിന് അതിന്റെ ഫലം അനുഭവിക്കേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് പേരാവൂർ മണ്ഡലം കൂടി അവർക്ക് നഷ്ടപ്പെടുന്ന സാഹചര്യമാണ്. അപ്പൊ അതുകൊണ്ട് പൊതുവിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ ഇവിടെ ഒരു വലിയ ഭരണവിരുദ്ധ വികാരമുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് 110 സീറ്റ് കിട്ടുമെന്നൊക്കെ അഹങ്കരിക്കാം. 95 സീറ്റും വിജയിക്കണം. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവരിൽ 90 സീറ്റും ഇവർ വിജയിച്ചേ പറ്റൂ. കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു സഖ്യത്തിന് 90 സീറ്റുകൾ അവർ വിജയിക്കണം. നിലവിലത്തെ അവസ്ഥയിൽ ഒന്നും ഉറപ്പിച്ചു പറയാൻ പറ്റില്ല. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പലയിടങ്ങളിൽ നിർത്തിയ സ്ഥാനാർത്ഥികളെ തന്നെ നമ്മൾ ഇപ്പം ചിറയൻകീഴ് അവിടെ പിടിക്കാൻ തിരുവനന്തപുരത്ത് ഒരു മണ്ഡലം കൂടെ കിട്ടില്ലായിരുന്നു. എന്തിനാ തിരുവനന്തപുരത്ത് വേറൊരാളെ കൊണ്ട് അവിടെ മത്സരിപ്പിക്കുന്നത്? രമ്യ ഹരിദാസിനെ അവിടെ ചിറയൻകീഴ് പോയില്ലേ? അതുപോലെ എത്രയെടുത്ത് ഇപ്പൊ അരുവിക്കര കൊണ്ട് മത്സരിപ്പിക്കും ശബരിനാഥനെയാണ്. ശബരിനാഥ് സ്വന്തം നേമത്ത് അരുവിക്കര മത്സരിച്ചാൽ പോലും ജയിക്കാത്ത ശബരിനാഥനെയാണ് അവിടെ കൊണ്ട് നിർത്തിയിരിക്കുന്നത്. പിന്നെ തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം ഇത് തമ്മിലൊരു അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട്. അരുവിക്കര മത്സരിക്കുന്നത് നമുക്ക് VS ശിവകുമാറാണ്. അവിടെ യുവരാജ് ഗോകുൽ എന്ന് പറയുന്ന BJP-യുടെ സ്ഥാനാർത്ഥി അവിടെ മത്സരിക്കുന്നുണ്ട്. അരുവിക്കരയിൽ G. സ്റ്റീഫനാണ് ഇടതുപക്ഷ സ്ഥാനാർത്ഥിയുടെ മത്സരിക്കുന്നത്. ഇവിടെ നേമത്ത് പിന്നെ രാജീവ് ചന്ദ്രശേഖർ മത്സരിക്കുന്നു. ഇവിടെ ഒരു അഡ്ജസ്റ്റ്മെന്റ് എപ്പോഴും നടക്കും. അതായത് നേമത്തെ കോൺഗ്രസ് വോട്ടുകൾ പിന്നെ ഈ പറയുന്ന രാജീവ് ചന്ദ്രശേഖറിന് വിട്ടുകൊടുത്താൽ അവിടെയുള്ള BJP വോട്ടുകൾ ശിവകുമാറിന് വിട്ടുകൊടുക്കും. ഇതാണ് അഡ്ജസ്റ്റ്മെന്റ് പൊളിറ്റിക്സ് എന്ന് പറഞ്ഞത്. അത് അവിടെ വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ ഡീൽ എന്നൊക്കെ നമ്മൾ പറയില്ലേ, ഇത് കൃത്യമായി വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഇത്തവണത്തെ ഇവിടെ BJP ചില മണ്ഡലങ്ങൾ നമ്മൾ എടുത്തു നോക്കിയാൽ ഇപ്പൊ കാട്ടാക്കട മണ്ഡലം നല്ലൊരു പോളിംഗ് നടന്ന ഒരു മണ്ഡലമാണ്. ഇവിടെ സംഭവിച്ച കാര്യം വെച്ചാൽ ഒരു മൂന്നാം മുന്നണിയുടെ സാന്നിധ്യം നമുക്ക് അവിടെ തിരിച്ചറിയാൻ കഴിയുന്നു എന്നുള്ളതാണ്. അതായത് അവിടെ പോളിംഗ് കൂടിയെടുത്ത് ഇപ്പം നിയമം അവിടെ നല്ല എനിക്ക് 80.67% എങ്ങാണ്ടാണ് നിയമത്തിൽ. 2ാം സ്ഥാനമാണ് തിരുവനന്തപുരം ജില്ല നിയമം. അവിടെ എന്ത് സംഭവിച്ചു വെച്ചാൽ BJP വോട്ടുകൾക്ക് അല്ലെങ്കിൽ അങ്ങനെ ചില വോട്ടുകൾ കൂടി മൂന്നാം മുന്നണിയിലേക്ക് പോകുന്നു എന്നുള്ളതിന്റെ ഒരു ലക്ഷണം കൂടിയാണ് നമ്മൾ കാണേണ്ടത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു മറ്റൊരു കാര്യം കൂടി എന്ന് പറഞ്ഞാൽ ഇവിടെ കോൺഗ്രസിന്റെ അവസ്ഥ സേഫ് അല്ല. വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞത് കാര്യം BJP-യുടെ ലക്ഷ്യം വെക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും ഇവിടെ കോൺഗ്രസിനെ ഇല്ലാതാക്കുക, കോൺഗ്രസിന് ഭരണം കിട്ടാത്തൊരു അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കുക എന്നുള്ള BJP-യുടെ ഒരു പ്രഖ്യാപിത ലക്ഷ്യമാണ്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ് കാര്യം. ഈ തെലങ്കാന ഇപ്പൊ ഭരിക്കുക രേവന്ത് റെഡ്ഡിയാണ്, അത് കോൺഗ്രസിന്റെ കയ്യിലാണ് ഇരിക്കുന്നത്. കർണാടക ഭരിച്ചുകൊണ്ടിരിക്കുന്നത് BJP ആണ്, അല്ല കോൺഗ്രസ് ആണ്, അത് സിദ്ധരാമയ്യാണ്. ഇനി കേരളം കൂടി കിട്ടിക്കഴിഞ്ഞാൽ, കേരളത്തിൽ കൂടി കോൺഗ്രസ് ഭരിച്ചു കഴിഞ്ഞാൽ തെക്കൻ ബെൽറ്റിലെ തെക്കൻ ജില്ലയിലെ 3 സംസ്ഥാനങ്ങൾ കോൺഗ്രസിന്റെ കയ്യിൽ അകപ്പെടും. തെലങ്കാന, കർണാടക, കേരളം. അപ്പൊ തെക്ക് കോൺഗ്രസ് പിടിമുറുക്കി കഴിഞ്ഞാൽ ഇനി ആ ഗ്രാബ് ചെയ്ത് കയറും എന്നൊരു ധാരണ BJP-യെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഇപ്പോൾ നിലവിൽ BJP-യെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട ശത്രു എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് പാർട്ടിയാണ്. അപ്പൊ കോൺഗ്രസ് ഇവിടെ വളരാതിരിക്കാൻ വേണ്ടി BJP എന്തൊക്കെ കളിക്കുമെന്ന് വെച്ചാൽ അത് കളിക്കും. പിന്നെ ഇനി വേറൊരു കാര്യം കൂടി, ഇനി കോൺഗ്രസിന് അധികാരം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ കോൺഗ്രസിലുള്ള ഏകദേശം ഒരു 25% വരുന്ന പ്രവർത്തകരും അണികളും ഇവിടെ നിന്ന് അനുഭാവികളും പതുക്കെ BJP-യിലേക്ക് പോകും.
അത് പ്രവർത്തകരായിട്ടുള്ള ഒരു ബി ജെ പിയിലേക്ക് പോകും. ബാക്കി വോട്ടുകളെല്ലാം കൃത്യമായി ബി ജെ പിയിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. ക്രമേണ ഒരു 5 വർഷം കൂടി ഇത്തവണ കൂടി ഭരണം കിട്ടാതെ പോയാൽ അടുത്ത ഒരു തെരഞ്ഞെടുപ്പ് എത്തിക്കഴിയുമ്പോഴേക്ക് ഈ കോൺഗ്രസിന്റെ ഇന്നത്തെ കോൺഗ്രസിന്റെ സ്ഥാനത്ത് നാളെ ഉണ്ടാകുക ബി ജെ പി. നമുക്ക് തടയാൻ പറ്റാത്തൊരു കാര്യമാണ്. അതിനെയും ആ കോൺഗ്രസിന്റെ വളർച്ചയെ നമുക്ക് തടയാൻ പറ്റില്ല. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ കോൺഗ്രസിൽ നിന്ന് ബി ജെ പിയുടെ വളർച്ച തടയാൻ കഴിയുന്ന ഒരു കാര്യമേ അല്ല. അത് നമുക്ക് ഒരിക്കലും തടയാൻ പറ്റാത്തൊരു കാര്യമാണ്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ വളർത്തിക്കൊണ്ട് വരുന്നത് ശരിക്കും കോൺഗ്രസ് ആണ്. ഇപ്പൊ നമ്മൾ പലയിടത്തും ശ്രദ്ധിച്ചാൽ മതി. ഇപ്പം എനിക്കത് ബാബു ദിവാകരൻ പിന്നെ 2020 ആയിട്ട് മത്സരിക്കുന്നു. കുന്നത്തനാടിലാണ് നല്ല വോട്ട് പോളിംഗ് നല്ല പോളിംഗ് നടന്നൊരു മണ്ഡലം. എന്തുകൊണ്ട് സംഭവിച്ചു? അത് കോൺഗ്രസിലുണ്ടായിരുന്ന ഒരാളാണ് അങ്ങോട്ടേക്ക് പോയത്. ഇപ്പം കരുനാഗപ്പള്ളിയിലുള്ള തൊടിയൂർ പിന്നെ രാമേന്ദ്രൻ അദ്ദേഹം പോയത് അങ്ങോട്ടേക്ക്, പുള്ളി പോയത് ബി ജെ പിയിലേക്കാണ്. നമ്മൾ പി പത്മജ, നമ്മൾ തുടക്കം പോയത് പി പത്മജ പോയത് അങ്ങോട്ടാണ് ബി ജെ പിയിൽ. അനിൽ ആന്റണി പോയത് അവിടേക്ക് ബി ജെ പി എന്ന് പറയുന്ന പോലെയാണ്. ഒരു വലിയ ഗ്രൂപ്പ് ഓഫ് നേതാക്കന്മാര് പതുക്കെ ഈ പറയുന്ന ബി ജെ പിയിലേക്ക് അഭയം തേടി തുടങ്ങുന്നുണ്ട്. ഇവർക്ക് വേണ്ടിയിട്ടുള്ള ചില വോട്ട് പത്മജ പോയി എന്ന് പറഞ്ഞാൽ പത്മജയുടെ ഒരു പറ്റം പ്രവർത്തകർ കൂടി പത്മജയെ പിന്തുണച്ച് മുന്നോട്ട് പോയി എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഇതെല്ലാം അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മാറ്റമാണ്. അപ്പൊ ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ ഇനിയും അങ്ങോട്ടേക്ക് ഉണ്ടാകും. അതായത് ബി ജെ പി ലക്ഷ്യം വെച്ചുകൊണ്ടിരിക്കുന്ന ഇതിനെയല്ല, സി പി എമ്മിനെ അല്ല. എന്തുകൊണ്ടാണ് സി പി എം ഇവിടെ കിടക്കുന്നതെന്ന് പറഞ്ഞിട്ട് ബി ജെ പിക്ക് അങ്ങ് കേന്ദ്രത്തിൽ ഒരു നഷ്ടം സംഭവിക്കാനില്ല, ഒന്നും സംഭവിക്കാനില്ല. അപ്പം അതുകൊണ്ട് ഇവിടെ സി പി എമ്മിന്റെ പ്രതിപക്ഷമായി ബി ജെ പി വരിക എന്നുള്ളതാണ് ബി ജെ പി ലക്ഷ്യം വെക്കുന്നത്. അതുകൊണ്ട് ഈ പറയുന്ന പോലെ ഒരു ഭരണവിരുദ്ധ വികാരം ഈ തെരഞ്ഞെടുപ്പിന്റെ ഇത് കണ്ടിട്ട് ഉണ്ടാകാനുള്ള ഒരു, അല്ലെന്നുണ്ടെങ്കിൽ യു ഡി എഫിന് വലിയ നേട്ടം ഉണ്ടാകുമെന്നൊക്കെ പ്രതീക്ഷിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു മണ്ടത്തരമായി തന്നെ നമുക്ക് കാണേണ്ടി വരും.